കേരളത്തിൽ കപ്പൽ നിർമ്മാണശാലകളും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിന് പ്രാഥമിക സാധ്യതാ പട്ടിക തയ്യാറായി. മഞ്ചേശ്വരം, കായംകുളം, പൂവാറും പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചു. 2024 ജൂലൈയിലാണ് പദ്ധതിക്കായി ഭൂമി കണ്ടെത്താൻ കേന്ദ്രം നിർദ്ദേശിച്ചതെങ്കിലും 2025 ഒക്ടോബറിലാണ് കേരളം നടപടി ആരംഭിച്ചത്. ജനം TV വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അനങ്ങിയത്. കോടികളുടെ വികസനമാണ് ഇതോടെ കേരളത്തെ കാത്തിരിക്കുന്നത്. പ്രജിത് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, 2024 കേന്ദ്ര സർക്കാർ ഈ കപ്പൽ നിർമ്മാണശാല അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി കേന്ദ്രം സംബന്ധിച്ച് കേരളത്തെ കാര്യങ്ങൾ ബോധിപ്പിച്ചു. പക്ഷേ സ്ഥലം സംബന്ധിച്ചുള്ള ഒരു തരത്തിലുമുള്ള മറുപടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയില്ല. അതല്ലേ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്? മാത്രമല്ല, ഈ വിഷയം നേരത്തെ നമ്മളൊരു പരമ്പരയായി വാർത്ത ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനങ്ങിയത്? ഗൗതം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം 2024 ജൂലൈ മാസം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയ മന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോവാളാണ് ഈ രീതിയിൽ കപ്പൽ നിർമ്മാണശാലകൾക്കും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾക്കുമായി സ്ഥലം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ നേരിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. മാരിടൈം വിഷൻ 2047 അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിവിധ നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് രാജ്യത്തെ തുറമുഖങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റു മേഖലകളെയും ഈ രീതിയിലുള്ള ഒരു വ്യവസായ സംരംഭങ്ങളുടെയൊക്കെ ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഏതാണ്ട് 69,000 കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾക്കായി സ്ഥലം കണ്ടെത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ കത്ത് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നടപടികൾ തുടങ്ങുകയും രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന വൻ സ്വകാര്യ സ്ഥാപനങ്ങളെയും കമ്പനികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഒരു മെല്ലെപ്പോക്ക് വന്നത്. നമ്മൾ ഇത് സംബന്ധിച്ച വാർത്തകൾ തുടർച്ചയായി നൽകുകയും ഒടുവിൽ കേരളത്തിന്റെ നിയമസഭയിൽ വരെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നു എന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മെല്ലെപ്പോക്ക് തുടർന്നതുമായി ബന്ധപ്പെട്ട നമ്മൾ നിരന്തരം വാർത്തകൾ നൽകുകയും ഒടുവിൽ 2025 ഒക്ടോബർ മാസത്തിലാണ് ഇത് സംബന്ധിച്ചൊരു യോഗം തുടങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും അങ്ങനെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള മാരിടൈം ബോർഡിനെ ഇത് സംബന്ധിച്ച സ്ഥലം കണ്ടെത്താൻ ഒരു ശുപാർശകൾ സമർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം 2025 ഡിസംബർ മാസത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ പൂവാർ, അതോടൊപ്പം തന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ ഭാഗമായി വരുന്ന കായംകുളം മേഖല, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം മുതലുള്ള ഭാഗം എന്നീ രീതിയിൽ 3 സ്ഥലങ്ങൾ ഇപ്പോൾ പ്രാഥമിക സാധ്യതാ പട്ടികയിലേക്ക് വന്നിരിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ഈ 3 സ്ഥലങ്ങളും കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സ്ഥലത്തേക്കുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങുക എന്നുള്ളതല്ല. പകരം കപ്പൽ നിർമ്മാണശാലകളും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും അടങ്ങുന്ന ക്ലസ്റ്ററുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ കേന്ദ്രം വെച്ചിരിക്കുന്ന നിർദ്ദേശം. അതിനുള്ള സ്ഥലം കണ്ടെത്തി നൽകണം എന്നുള്ളതാണ്. ഇതിൽ ചില വ്യവസ്ഥകളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. 1 കിലോമീറ്റർ കടൽത്തീരമുള്ള പ്രദേശം, അതോടൊപ്പം തന്നെ 2000 മുതൽ 3000 വരെ ഏക്കർ ഭൂമിയുള്ള സ്ഥലം എന്നൊക്കെ. പക്ഷേ കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ച് നിലവിൽ പോകുന്നത് 1 കിലോമീറ്റർ കടൽത്തീരമുള്ള, അതേസമയം 250-ലധികം ഏക്കർ ഭൂമി ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയുന്ന മേഖലകൾ എന്നിവ കണ്ടെത്തി ആ രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ നടപടികളായി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരവും ഈ പറയുന്ന പൂവാറും അതോടൊപ്പം തന്നെ കായംകുളം മേഖലയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ വിശദമായ പഠനം നടത്തുന്നതിന് കേരള മാരിടൈം ബോർഡ് സംസ്ഥാനത്തെ ചീഫ് ഹൈഡ്രോഗ്രാഫറിന് കത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭൂലഭ്യത, ഭൂമിയുടെ ഉടമസ്ഥാവകാശ സ്ഥിതി, അതോടൊപ്പം തന്നെ നിലവിലത്തെ ഭൂപയോഗം, പാരിസ്ഥിതിക തീരദേശ നിയന്ത്രണങ്ങൾ, CRS, പുനരധിവാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്നിവ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം TVയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത കാലത്ത് വളരെയധികം ഫോളോ ചെയ്ത് മുന്നോട്ട് പോയ ഒരു വാർത്താ പരമ്പരയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അടുത്ത കാലത്ത് സർക്കാർ ഉറങ്ങിക്കിടന്നിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ അനക്കം വെച്ചതിൽ ജനം TVക്കും സന്തോഷമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 പ്രദേശങ്ങൾ വരുന്നു. ഈ 3 പ്രദേശത്തും സമാനമായ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ ഇച്ഛാശക്തി കാണിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വിഷയവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്,
ഒരു പദ്ധതിയായിട്ടല്ല പല പദ്ധതികളായി വേണമെങ്കിലും നടത്താൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ മാരിടൈം അമൃതകാൽ വിഷൻ 2047 പ്ലാൻ ചെയ്തിരിക്കുന്നത്. 69,000 കോടി രൂപയുടെ പാക്കേജ് വരുമ്പോൾ അതിൽ എത്ര പദ്ധതികൾ കേരളത്തിന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു പദ്ധതിയാണെങ്കിൽ കൂടി കേരളത്തിൽ എവിടെ ഈ പദ്ധതി വരും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവും വരുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾക്കും പരിഗണനകൾക്കുമൊക്കെ സാധ്യതയുണ്ട്. ഒന്ന്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൂവാർ മേഖലയിൽ വേണമോ, അതോ ഈ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഭാവിയിൽ കേരളത്തെ മൊത്തത്തിൽ ഒറ്റ തുറമുഖമായി പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ നമ്മുടെ സ്ഥലലഭ്യത അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള പരിമിതികൾ നിലനിൽക്കുമ്പോൾ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കപ്പൽ വ്യവസായവും ലോജിസ്റ്റിക് സംവിധാനവും അടക്കമുള്ള വ്യവസായവും അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനം സാധ്യമാക്കുക എന്നുള്ളത് പല വിദഗ്ധന്മാരും മുന്നോട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധ്യതകൾ തുറന്നിടുന്നതാണ് കേരളത്തിൽ കൂടുതൽ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കാനുള്ള ഈ പ്രധാനപ്പെട്ട പ്രപ്പോസൽ കേന്ദ്ര സർക്കാർ മുന്നിലേക്ക് വയ്ക്കുകയും അതിനൊടുവിൽ കേരളത്തിലെ ചുവപ്പ് നാടകൾ നീങ്ങി ആ പദ്ധതിക്ക് ഒരു ജീവൻ വെക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. അതിലെടുത്തു പറയേണ്ടത് മഞ്ചേശ്വരം പോലെയുള്ള മേഖലകളിൽ വികസനത്തിൽ വലിയ പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യമുള്ള മേഖലകളിൽ ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ആ നാടിൻ്റെയും ആ മേഖലയുടെയും വികസന പിന്നോക്കാവസ്ഥയ്ക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മഞ്ചേശ്വരം അടക്കം കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായി നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് ഈ പദ്ധതികൾ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പൊതുവെയുള്ള ഒരു പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും കൂടുതൽ വ്യവസായങ്ങൾ പ്രത്യേകിച്ച് സമുദ്ര ഗതാഗതവുമായി ബന്ധപ്പെട്ട ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട മറ്റ് ലോജിസ്റ്റിക്കൽ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസായശാലകൾ, സംഭരണ കേന്ദ്രങ്ങൾ, കോൾഡ് സ്റ്റോറേജ് ഹൗസുകൾ തുടങ്ങിയിട്ടുള്ള വ്യവസായങ്ങൾ ഈ മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ തീരദേശം അടിസ്ഥാനപ്പെടുത്തിയുള്ള തുറമുഖങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റാൻ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് 3 സ്ഥലങ്ങൾ പരിഗണനയിലുണ്ട്. ഈ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഈ പദ്ധതി വിപുലീകരിക്കാൻ കഴിയും. ഇപ്പോൾ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചൊരു കപ്പൽ നിർമ്മാണശാല തുടങ്ങുകയാണെങ്കിൽ, പൂവാർ കേന്ദ്രീകരിച്ചൊരു കപ്പൽ നിർമ്മാണശാല തുടങ്ങുകയാണെങ്കിൽ, മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ 2024 കേരളത്തിന് അയച്ചിരിക്കുന്ന കത്തിൽ വളരെ വിശദമായി തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ കപ്പലുകളോ ചെറിയ നൗകകളോ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്കായല്ല കേന്ദ്ര സർക്കാർ ഈ പദ്ധതികൾ കാണുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ചരക്ക് കപ്പലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞം പോലെയുള്ള വലിയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് തുറമുഖങ്ങളിൽ ഒന്നായി മാറുന്ന വിഴിഞ്ഞം തുറമുഖം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് ഇത്ര വലിയ മെഗാ ഷിപ്പുകൾ നിർമ്മിക്കാനുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾ കൂടി തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വരുമാനത്തെയും കേരളത്തിലെ വ്യാവസായിക സംവിധാനങ്ങളെയും തൊഴിലില്ലായ്മ പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിക്കാനുള്ള വലിയ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായി അത് മാറുകയും ചെയ്യും. ഗൗതം. ഓക്കെ, പ്രജിത്ത്, എന്തായാലും ജനം ടി വി അടുത്ത കാലത്ത് നൽകിയ വാർത്താ പരമ്പരയുടെ ഭാഗമായി ഇപ്പോൾ കപ്പൽ നിർമ്മാണശാല അതല്ലെങ്കിൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. ആ പട്ടികയിൽ 3 സ്ഥലങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു. ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറുണ്ട്, അതോടൊപ്പം തന്നെ കായംകുളമുണ്ട്, ഒപ്പം അങ്ങ് കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ 3 സ്ഥലങ്ങളാണ് പട്ടികയിൽ വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2024 തന്നെ ഇക്കാര്യം കേരളത്തെ അറിയിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം പദ്ധതി എങ്ങുമെത്താതെ നീളുകയായിരുന്നു. പക്ഷേ ജനം ടി വി ഈ പശ്ചാത്തലത്തിൽ വാർത്താ പരമ്പര ആരംഭിച്ചതാണ് ഇപ്പോൾ ഈ പ്രാഥമിക പട്ടിക തയ്യാറാകാൻ വഴിവെച്ചിരിക്കുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങളുമായി ചേർത്ത്.